നമസ്കാരം, വെൽക്കം ടു അവർ ചാനൽ. കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ചിന്റെ കീഴിലുള്ള ലക്നൌവിലെ CSIR ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി റിസർച്ച് ജൂനിയർ സ്റ്റെനോഗ്രാഫർ പോസ്റ്റിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട്. 4 ഒഴിവുകളാണ് ഈ പോസ്റ്റിനുള്ളത്. ഇതിൽ 2 ജനറൽ വിഭാഗത്തിനും 1 OBCക്കും 1 SC വിഭാഗത്തിനും സംവരണം ചെയ്തിരിക്കുന്നു. അപേക്ഷിക്കാനുള്ള യോഗ്യത +2 അല്ലെങ്കിൽ ഈക്വലന്റ് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. കൂടാതെ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ സ്റ്റെനോഗ്രാഫി സ്കില്ലും ഉണ്ടായിരിക്കണം. 27 വയസ്സാണ് ഉയർന്ന പ്രായപരിധി. എന്നാൽ സർക്കാർ മാനദണ്ഡങ്ങൾ അനുസരിച്ച് വയസ്സിൽ ഇളവുകൾ ലഭിക്കും. ശമ്പളത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 50,200 രൂപയോളമാണ് പ്രതിമാസം മൊത്ത ശമ്പളം. അതുകൂടാതെ മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കുന്നതാണ്. ഓൺലൈൻ വഴിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. 2025 മെയ് 7-നാണ് അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങിയത്. അവസാന തീയതി മെയ് 31 വൈകുന്നേരം 5 മണി വരെയാണ്. അപേക്ഷിക്കാനുള്ള കുറഞ്ഞ പ്രായം 18 വയസ്സാണ്. ഇനി ഇളവുകളെ കുറിച്ച് നോക്കാം. SC വിഭാഗക്കാർക്ക് 5 വർഷവും OBC വിഭാഗക്കാർക്ക് 3 വർഷവും പ്രായപരിധിയിൽ ഇളവ് ലഭിക്കും. ഇത് ഇവർക്കായി സംവരണം ചെയ്ത പോസ്റ്റുകളിൽ മാത്രമാണ് ബാധകമാവുക. വിധവകൾ, വിവാഹമോചിതരായ സ്ത്രീകൾ, ഭർത്താവിൽ നിന്ന് നിയമപരമായി വേർപിരിഞ്ഞവർ, അതായത് പുനർവിവാഹം ചെയ്യാത്തവർ എന്നിവർക്ക് 35 വയസ്സ് വരെയും, പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്ക് 40 വയസ്സ് വരെയും അപേക്ഷിക്കാം. ഇതിന് ആവശ്യമായ രേഖകൾ ഹാജരാക്കണം. ഇനി നമുക്ക് PWBD വിഭാഗത്തിന്റെ നോക്കാം. പ്രായപരിധിയിൽ 10 വർഷത്തെ ഇളവ് ലഭിക്കും. SC ST വിഭാഗക്കാർക്ക് 15 വർഷവും OBC വിഭാഗക്കാർക്ക് 13 വർഷവുമാണ് ഇളവ്. പ്രായപരിധി 56 വയസ്സിൽ കൂടാൻ പാടില്ല. ഇത് കുറഞ്ഞത് 40% വൈകല്യമുള്ളവർക്കാണ് ബാധകമാവുക. എക്സ് സർവീസ്മെന് കേന്ദ്ര സർക്കാർ നിർദ്ദേശങ്ങൾ അനുസരിച്ചുള്ള പ്രായപരിധി ഇളവുകൾ ലഭ്യമാണ്. അതുപോലെ നിങ്ങൾ നിലവിൽ മറ്റ് സർക്കാർ സ്ഥാപനങ്ങളിൽ പഴയ പെൻഷൻ സ്കീം പ്രകാരം ജോലി ചെയ്യുന്നവരാണെങ്കിൽ പ്രോപ്പർ ചാനൽ വഴി അപേക്ഷിച്ചാൽ നിങ്ങൾക്ക് നിലവിലുള്ള പെൻഷൻ പദ്ധതി തുടരാൻ സാധിക്കും. അല്ലാത്തവരെല്ലാം 2004 ജനുവരി 1 മുതൽ പ്രാബല്യത്തിൽ വന്ന പുതിയ പെൻഷൻ സ്കീം പ്രകാരമായിരിക്കും. ഈ ഇളവുകൾ ആവശ്യമായിട്ടുള്ള കാൻഡിഡേറ്റ്സ് ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾ അപേക്ഷയോടൊപ്പം അപ്ലോഡ് ചെയ്യാനും മറക്കരുത്. CSIRലെ നിലവിലെ ജീവനക്കാർക്ക് യോഗ്യതകൾ ഉണ്ടെങ്കിൽ പ്രായപരിധി ബാധകമല്ല. ഇനി നമുക്ക് സെലക്ഷൻ പ്രോസസ് നോക്കാം. റിട്ടൺ എക്സാമിനേഷനും പ്രൊഫഷൻസി ടെസ്റ്റും അടിസ്ഥാനമാക്കിയായിരിക്കും സെലക്ഷൻ വരുന്നത്. അത് നമുക്ക് റിട്ടൺ എക്സാമിനേഷനെ പറ്റി നോക്കാം. ഇതൊരു ഒന്നുകിൽ ഒരു OMR അധിഷ്ഠിതമായിട്ടോ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ അധിഷ്ഠിതമായോ നടത്തുന്ന മൾട്ടിപ്പിൾ ചോയ്സ് പരീക്ഷയായിരിക്കും. ചോദ്യങ്ങൾ 12ാം ക്ലാസ് നിലവാരത്തിലുള്ളതായിരിക്കും. ആകെ 200 ചോദ്യങ്ങൾ ഉണ്ടാകും. പരീക്ഷാ സമയം എന്ന് പറയുന്നത് 2 മണിക്കൂറാണ്. എന്നാൽ ഈ എഴുതാൻ ആളുകളുടെ സഹായം ആവശ്യമുള്ളവർക്ക് 2 മണിക്കൂർ 40 മിനിറ്റ് ലഭിക്കും. അപ്പോൾ ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഒക്കെ ചോദ്യങ്ങൾ ലഭ്യമായിരിക്കും. പരീക്ഷയ്ക്ക് 3 ഘട്ടങ്ങളാണുള്ളത്. ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്, ഇതിൽ 50 ചോദ്യങ്ങളും 50 മാർക്കുമായിരിക്കും. നെക്സ്റ്റ് ജനറൽ അവയർനെസ്, ഈ ഭാഗത്തും 50 ചോദ്യങ്ങളും 50 മാർക്ക്. അതേപോലെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രിഹെൻഷൻ, ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ഈ ഭാഗത്താണ്. 100 ചോദ്യങ്ങൾക്ക് 100 മാർക്ക്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഓരോ തെറ്റുത്തരത്തിനും 0.25 മാർക്ക് വീതം കുറയുന്നതായിരിക്കും. അതായത് നെഗറ്റീവ് മാർക്ക് ഉണ്ടാകും. അപ്പോൾ റിട്ടൺ എക്സാമിനേഷൻ കഴിഞ്ഞാൽ അടുത്തത് വരുന്നത് സ്റ്റെനോഗ്രാഫി പ്രൊഫഷൻസി ടെസ്റ്റ് ആണ്. ഈ പരീക്ഷ യോഗ്യതാ സ്വഭാവമുള്ളത് മാത്രമായിരിക്കും. അതായത് ഇത് പാസ്സായാൽ മാത്രം മതി. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തെ മാർക്ക് ഫൈനൽ റാങ്ക് ലിസ്റ്റിനെ ബാധിക്കില്ല. നെക്സ്റ്റ് പറയുന്നത് അതേപോലെ തന്നെ നിങ്ങൾ അപേക്ഷാ ഫോമിൽ തിരഞ്ഞെടുത്ത ലാംഗ്വേജ് ഏതാണോ, ഇപ്പൊ ഇംഗ്ലീഷ് ആണ് തിരഞ്ഞെടുത്തെങ്കിൽ ഇംഗ്ലീഷ്, ഹിന്ദി ആണെങ്കിൽ ഹിന്ദി, അതിന്റെ 10 മിനിറ്റ് ഡ്യൂറേഷനുള്ള ഡിക്റ്റേഷൻ നൽകും. ഏത് ലാംഗ്വേജ് ആണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് അതിന്റെ ഒരു 10 മിനിറ്റ് ഡ്യൂറേഷനുള്ള ഡിക്റ്റേഷൻ നൽകും. ഇതിന്റെ വേഗത മിനിറ്റിൽ 80 വാക്കുകളായിരിക്കും. അപ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ ടൈം എന്ന് പറയുന്നത് ഇംഗ്ലീഷിന് 50 മിനിറ്റും ഹിന്ദിക്ക് 65 മിനിറ്റും ലഭിക്കും. എഴുതാൻ ആളുടെ സഹായം ആവശ്യമുള്ളവർക്ക് കൂടുതൽ സമയവും ലഭിക്കുന്നതാണ്. ഈ മെറിറ്റ് ലിസ്റ്റ് എങ്ങനെ തയ്യാറാക്കുന്ന നോക്കാം. അതേപോലെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുന്നത് എഴുത്തു പരീക്ഷയിൽ നിങ്ങളുടെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. സ്റ്റെനോഗ്രാഫി പ്രൊഫഷൻസി ടെസ്റ്റിൽ യോഗ്യത നേടിയവരെ മാത്രമേ മെറിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തൂ. അതുകൊണ്ട് 2 പരീക്ഷകളിലും മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഒന്നിലധികം കാൻഡിഡേറ്റ്സ് എഴുത്തു പരീക്ഷയിൽ അല്ലെങ്കിൽ ഒരേ മാർക്ക് ലഭിക്കുകയാണെങ്കിൽ ഇനി പറയുന്ന കാര്യങ്ങൾ പരിഗണിച്ചായിരിക്കും മുൻഗണന ലഭിക്കുക. ഒന്നുകിൽ ആദ്യം നെഗറ്റീവ് മാർക്ക് കുറഞ്ഞവർക്ക് മുൻഗണന ലഭിക്കും. അതുപോലെ പ്രായം കൂടിയ കാൻഡിഡേറ്റ്സിന് മുൻഗണന ലഭിക്കും. അല്ലെങ്കിൽ എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ, ദാറ്റ് മീൻസ് അടിസ്ഥാന യോഗ്യത നേരത്തെ നേടിയവർക്കും മുൻഗണന ലഭിക്കും. അപ്പോൾ ഈ മാനദണ്ഡങ്ങൾക്കൊന്നും വ്യത്യാസം വരാത്ത സാഹചര്യത്തിൽ പേരിന്റെ അക്ഷരമാല ക്രമം പരിഗണിക്കും.
അങ്ങനെയായിരിക്കും മുൻഗണന കൊടുക്കുന്നത്. ഇനി പൊതുവായിട്ടുള്ള കുറച്ച് ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞിട്ടുണ്ട്, അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് അപേക്ഷകൻ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. അതുപോലെ തന്നെ ഒഴിവുകളുടെ എണ്ണം താൽക്കാലികമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്, അത് കൂടാനോ കുറയാനോ സാധ്യതയുണ്ട്. നെക്സ്റ്റ്, നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതകൾ സർക്കാർ അംഗീകരിച്ച സ്ഥാപനങ്ങളിൽ നിന്ന് ആയിരിക്കണം. കൂടാതെ ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതിക്ക് മുമ്പ് നിങ്ങളുടെ ഫൈനൽ റിസൾട്ടും പ്രഖ്യാപിച്ചിരിക്കണം. സമർപ്പിക്കുന്ന എല്ലാ സർട്ടിഫിക്കറ്റുകളും രേഖകളും പിന്നീട് പരിശോധിക്കുന്നതാണ്. അതുകൊണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ആവശ്യപ്പെടുമ്പോൾ ഒറിജിനൽ രേഖകൾ ഹാജരാക്കാൻ നിങ്ങൾ തയ്യാറായിരിക്കണം. എന്തെങ്കിലും തെറ്റായ വിവരങ്ങൾ നൽകിയാൽ മുന്നറിയിപ്പില്ലാതെ തന്നെ അപേക്ഷ നിരസിക്കപ്പെടാം. അതുകൊണ്ട് തന്നെ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ മാനദണ്ഡങ്ങളും പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ഏതെങ്കിലും ഒരു രേഖ ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ അല്ലാത്ത ഭാഷയിലാണെങ്കിൽ ഗസറ്റഡ് ഓഫീസറോ നോട്ടറിയോ സാക്ഷ്യപ്പെടുത്തിയ ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ ഉള്ള ഒരു പകർപ്പ് സമർപ്പിക്കണം. അതുപോലെ തന്നെ CGPA SGPA ഗ്രേഡുകൾ ഉള്ളവർ അതത് യൂണിവേഴ്സിറ്റിയുടെ ഫോർമുല അനുസരിച്ച് പെർസെൻറ്റേജിലേക്ക് മാറ്റേണ്ടതാണ്. പിന്നെ സംവരണ വിഭാഗങ്ങൾക്കുള്ള, അതായത് SC OBC PWBD ESM ഇവരൊക്കെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ അധികാരപ്പെട്ട സ്ഥാപനങ്ങളിൽ നിന്ന് തന്നെ നിശ്ചിത ഫോർമാറ്റിൽ ലഭിച്ചതായിരിക്കണം. അതുപോലെ തന്നെ പറഞ്ഞിരിക്കുന്നത് ഈ പോസ്റ്റുകൾ ലക്നൌവിലെ CSIR IITRലാണ് നിയമനം നൽകുന്നത്. എന്നാൽ ജോലിയുടെ ആവശ്യകത അനുസരിച്ച് CSIRന്റെ മറ്റേതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കും സ്ഥലം മാറ്റം ലഭിക്കാവുന്നതാണ്. നെക്സ്റ്റ്, സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിലവിൽ ജോലി ചെയ്യുന്നവര് നിങ്ങൾ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ തടസ്സമില്ലെന്നും തെരഞ്ഞെടുക്കപ്പെട്ടാൽ 1 മാസത്തിനുള്ളിൽ ജോലിയിൽ നിന്ന് റിലീസ് നേടാമെന്ന് വ്യക്തമാക്കുന്ന നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് NOC അപ്ലോഡ് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾ പ്രോപ്പർ ചാനൽ വഴി അപേക്ഷിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അപേക്ഷ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ തീയതിക്ക് മുമ്പ് CSIR IITR ഓഫീസിൽ എത്തേണ്ടതാണ്. തെരഞ്ഞെടുക്കപ്പെടുന്ന കാൻഡിഡേറ്റ്സിന് ജോലിയിൽ പ്രവേശിക്കുന്ന തീയതി മുതൽ 2 വർഷത്തെ പ്രൊബേഷൻ കാലയളവ് ഉണ്ടായിരിക്കും. പ്രൊബേഷൻ വിജയകരമായി പൂർത്തിയാക്കിയാൽ നിങ്ങളുടെ നിയമനം സ്ഥിരീകരിക്കുന്നതാണ്. അതുപോലെ തന്നെ എക്സാം സെന്റേഴ്സ് ലക്നൌവിലായിരിക്കും. ഓൺലൈൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷാ ഫീസായിട്ട് 500 രൂപ ഓൺലൈനായിട്ട് അടയ്ക്കണം. എന്നാൽ SC ST ഭിന്നശേഷിക്കാർ, സ്ത്രീകൾ, CSIR ജീവനക്കാർ, എക്സ് സർവീസ്മാൻ എന്നിവർക്ക് ഫീസില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ ഫോട്ടോയും ഒപ്പം നിർദ്ദിഷ്ട ഫോർമാറ്റിൽ അപ്ലോഡ് ചെയ്യുക. മറ്റ് ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് ബർത്ത് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുക, അതേപോലെ 10th 12th സർട്ടിഫിക്കറ്റുകൾ, മറ്റ് ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്സ്, പിന്നെ NOC ആവശ്യമുള്ളവരാണെങ്കിൽ അത്, പിന്നെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ളവർ അതെല്ലാം കൃത്യമായ ക്രമത്തിൽ ഒറ്റ PDF ആയിട്ട് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ ഈ പോസ്റ്റ് 10ാം ക്ലാസ്സിനും +2നും അതിനുശേഷം യോഗ്യതയുള്ളവർക്കും കേന്ദ്ര സർക്കാർ സർവീസിൽ പ്രവേശിക്കുന്ന ഒരു മികച്ച അവസരമാണ്. ഇത് പരമാവധി പ്രയോജനപ്പെടുത്തുക. വീഡിയോ ഉപകാരമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.